Good afternoon. Welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. The first news, the Indian diaspora has Australia's identity, its future. അതായത് ഇപ്പോൾ നിലവിൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഓവർസീസ് ബോൺ കമ്മ്യൂണിറ്റി അത് ഇന്ത്യക്കാരാണ്. പുറത്തുനിന്ന് ഓസ്ട്രേലിയയിൽ വന്നിരിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. ഓക്കെ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യൻ ഡയസ്പോറ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മാറ്റേഴ്സ് ആണ് ഇതിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഹൗ ഇന്ത്യ വിത്ത്സ്റ്റുഡ് ദ ക്രൈസിസ് ഇൻ വെസ്റ്റ് ഏഷ്യ. അപ്പോൾ വെസ്റ്റ് ഏഷ്യ ക്രൈസിസ്, അതായത് US-ഉം ഇറാനും തമ്മിലുള്ള വാറും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ. പക്ഷേ നമ്മുടെ പെട്രോളിയം റിസർവ്സും അല്ലെങ്കിൽ LPG റിസർവ്സും ഇത്തരം മേഖലകളിൽ ചെറിയ പ്രൈസ് ഹൈക്കൊക്കെ ഉണ്ടായി എന്നുണ്ടെങ്കിലും നമ്മളെങ്കിലും ഒരു നല്ല രീതിയിൽ തന്നെ അത് ആക്ച്വലി ഒരു പരിധി വരെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമ്മളത് മാനേജ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്തത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് അത്രയും വലിയ പ്രശ്നമാവാണ്ട് ഇന്ത്യക്ക് പോയ ഇതുപോലുള്ള കാര്യങ്ങളാണ്. ദെൻ over 42% rise in female enrollment in higher education since 2014. ഓക്കെ, അതായത് അഗെയിൻ ഇന്നലെ ഒരു ന്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ട് വന്നിട്ടായിരുന്നു. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കുറച്ച് ഡാറ്റാസ് ആണ് നോക്കുന്നത്, ഷോയിങ് ഇൻക്ലൂസിവിറ്റിയും അല്ലെങ്കിൽ ജെൻഡർ പാരിറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ ഒരു റിപ്പോർട്ടും. ദെൻ WHO ഫ്ലാഗ്സ് ഗ്രോയിങ് ഇൻഇക്വാളിറ്റീസ് ഇൻ ആക്സസ് ടു ക്യാൻസർ ട്രീറ്റ്മെന്റ്. അതായത് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഇനീക്വാളിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്ലോബലി. അതായത് ഇപ്പം ആക്ച്വലി വേൾഡിലെ ഡിസീസസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതിൽ 2ാം സ്ഥാനമാണ് ക്യാൻസറിന്. ഫസ്റ്റ് കാർഡിയോ വസ്കുലർ ഡിസീസസ് ആണ്. സെക്കൻഡ് ആൾക്കാർ മരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്യാൻസറാണ്. ഓക്കെ, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. സോ ക്യാൻസർ പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അസുഖം ട്രീറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഫിനാൻഷ്യൽ ബേർഡൻ ആൾക്കാർക്ക് വരുന്നത്. സോ ദർ ഇസ് എൻ ഇനീക്വാളിറ്റി. ഓക്കെ, റിച്ച് ആൻഡ് പുവർ പീപ്പിൾ തമ്മിലുള്ള ഇനീക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റിച്ച് ആൻഡ് പുവർ നാഷൻസ് തമ്മിലുള്ള ഒരു ഇനീക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരം മേഖലയിലും കൂടെ ഇത്തരം കാര്യങ്ങളാണ് ഈ ന്യൂസിൽ പറയുന്നത്. ദെൻ ട്രംപ് ബ്ലാസ്റ്റ് നാറ്റോ ഫോർ റിജക്റ്റിംഗ് എഫേർട്സ് ടു ക്ലെയിം ദ ഗ്രീൻലാൻഡ്. അതായത് ഇത് ആക്ച്വലി ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ പറയുന്ന ന്യൂസ്, അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതായത് നമ്മുടെ ട്രംപ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ ഇറാൻ ക്രൈസിസിൽ US-നെ സഹായിച്ചില്ല എന്നും പറഞ്ഞിട്ട് നാറ്റോയിൽ ഒരു പരാതി പോലെ പറയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസിലുള്ളതാണ്. അത് നാറ്റോയുടെ പ്രിൻസിപ്പിൾ തന്നെ പറയുന്നത്, നാറ്റോ എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾ തന്നെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കളക്റ്റീവ് ആയിട്ടുള്ള ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് നാറ്റോ എന്ന് പറയുന്നത്. അതായത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും, എങ്കിലും ചുരുക്കി എന്ന് പറയുന്നത് വെച്ചാൽ നാറ്റോയിലെ മെമ്പേഴ്സിലെ ആരെങ്കിലും ഒരാളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആ എല്ലാവരും ആ ഒരു അറ്റാക്ക് ചെയ്ത രാജ്യത്തിനെതിരെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത രാജ്യത്തിനെതിരെ അറ്റാക്ക് ചെയ്യും. അത് വാർ എന്നുള്ള രീതിയിലല്ല, പല രീതിയിലായിരിക്കും റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ US അതിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും US-ന് ഇറാനിൽ നാറ്റോ സഹായിച്ചില്ല. അതുപോലെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ആവശ്യത്തിലും നാറ്റോ സഹായിക്കുന്നില്ല എന്ന് പറയുന്നു. അതാണ് ന്യൂസ്. ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നാറ്റോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ദെൻ ഫസ്റ്റ് ന്യൂസ്, ഓക്കെ, ഹൗ ഇന്ത്യ വിത്ത്സ്റ്റുഡ് ദ ക്രൈസിസ് ഇൻ വെസ്റ്റ് ഏഷ്യ. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെസ്റ്റ് ഏഷ്യയിൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. അതായത് ഇറാനും US-ഉം തമ്മിലുള്ള വാർ നടക്കുന്നുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പേർഷ്യൻ ഗൾഫും സ്ട്രൈറ്റ് ഓഫ് ഹോർമസിലുള്ള ഇഷ്യൂസ്, ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, LPG ഗ്യാസിനൊക്കെ വില കൂടിയതും പെട്രോളിന്റെ വില കൂടിയതും ഫെർട്ടിലൈസേഴ്സിന്റെ വില കൂടിയതും ഉണ്ടായിരുന്നു. പക്ഷേ despite these challenges, India has managed the situation in better way. അതായത് ഇതുപോലെ സിമിലർ ക്രൈസിസ് ആണ് 1973 ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വന്നപ്പോൾ ഇതുപോലൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാൽ ആ സിറ്റുവേഷനിൽ നമുക്ക് ഇന്ത്യനെ ഭയങ്കരമായിട്ട് ബാഡായിട്ട് ബാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് വന്നപ്പോൾ നമുക്ക് അത്രത്തോളം അത് ഹിറ്റായില്ല. മീൻസ് അത് നമ്മൾ ഗവൺമെന്റ് ചെയ്തേക്കുന്ന ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് കാരണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ പ്രൈസസ് ഇന്ത്യയിൽ ഒരു 7.5% കൂടിയുള്ളൂ. എന്നാൽ
ജർമ്മനിയിലൊക്കെ 14%, UK ഒക്കെ USA 45%, 19% UK പ്രൈസ് കൂടി പെട്രോളിൻ്റെ. പക്ഷെ ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി എന്ത് ചെയ്തു 7.5 കൂടിയുള്ളൂ. അതുപോലെ തന്നെ ഡീസൽ പ്രൈസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8% ഇൻക്രീസ് ഉണ്ടായുള്ളൂ. എന്നാൽ UAE 85% സർജ് ഉണ്ടായത്. അതുപോലെ തന്നെ LPG പ്രൈസസ് എന്ത് ചെയ്തു, ഒരു 942 എന്ന് പറഞ്ഞ ഒരു പ്രൈസ് തന്നെയായിരുന്നു വന്നിരുന്നത്. അതിൽ തന്നെ PM ഉജ്ജ്വല സ്കീമിലുള്ള ആൾക്കാരിൽ, അതായത് ഫ്രീ ആയിട്ട് നമ്മൾ ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് LPG കണക്ഷൻ കൊടുക്കുന്ന ഒരു സ്കീമാണ് ഉജ്ജ്വല സ്കീം എന്ന് പറയുന്നത്, ഉജ്ജ്വല യോജന. അപ്പോൾ അതിലുള്ള ആൾക്കാർക്കും ഒരു 942, അല്ലാന്നുണ്ടെങ്കിൽ സ്കീമിലുള്ള ആൾക്കാർക്ക് 642-നും അല്ലാത്തവർക്ക് 942-നും പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്തു, വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് മറ്റ് രാജ്യങ്ങളെ ബാധിച്ച പോലെ ഇന്ത്യനെ അത് ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ത്യനെ അധികം ബാധിക്കാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് റീസൺ ഈസ് സ്ട്രാറ്റജിക് ഡിപ്ലോമസി ആസ് എനർജി സെക്യൂരിറ്റി. അതായത് സ്ട്രാറ്റജിക് ഡിപ്ലോമസി, അതായത് നമുക്ക് ആക്ച്വലി ഈ രാജ്യങ്ങൾ ഇപ്പോൾ പ്രശ്നം നടക്കുന്നതെന്ന് വിചാരിക്കാം, ഇറാനായിട്ട് പ്രശ്നം നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് അവരായിട്ട് നല്ലൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സൂയിസ് കനാലിലും പേർഷ്യൻ ഗൾഫിലൊക്കെ ഇഷ്യൂസ് നടക്കുമ്പോൾ അതിൽ കൂടെ പോകുന്ന ഇന്ത്യൻ ഷിപ്പുകൾക്ക് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അവർ അറ്റാക്ക് ചെയ്യാതെ ഒരു പരമാവധി നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലും ഇന്ത്യക്ക് ഓയിലും ക്രൂഡ് ഓയിലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ലൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻ മറ്റു രാജ്യങ്ങളായിട്ട് ഇന്ത്യക്ക് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയത് എന്നാണ് ഒരു റീസൺ. ഓക്കെ, രണ്ടാമത്തെ റീസൺ നോക്കുകയാണെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് സപ്ലയർ ബേസ്. പണ്ട് നമ്മൾ ഗൾഫ് റീജിയനെ മാത്രമായിരുന്നു പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ പറഞ്ഞാൽ ക്രൂഡ് ഓയിലിനൊക്കെ വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം ഇന്ത്യ അങ്ങനെയല്ല. നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത സോഴ്സസ് ഓഫ് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽസിന്റെ സോഴ്സസ് നമ്മൾ ഡൈവേഴ്സ് ചെയ്ത് പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് റഷ്യ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, US, ആഫ്രിക്ക, ഇവിടെ നിന്നൊക്കെ എടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയിൽ ഒരു ക്രൈസിസ് വന്നപ്പോൾ ഞങ്ങൾക്ക് മറ്റു പല സ്ഥലത്തുനിന്നും നമുക്ക് ക്രൂഡ് ഓയിലിന്റെ അവൈലബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റി. മൂന്നാമത് ലോങ് ടേം സ്ട്രക്ചറൽ എനർജി പ്ലാനിങ്. നമ്മൾ ഓൾറെഡി കുറെ പോളിസീസ് ഇവിടെ ഇന്ത്യയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാമത് എത്തനോൾ ബ്ലെൻഡിങ് പെർസെൻറ്റേജ്. നമ്മൾ 20% പെട്രോളിൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 20% പെട്രോൾ കുറവ് പോരെ നമുക്ക്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ പെട്രോള് നമ്മൾ ഇതുപോലെ ഒരു ഇനീഷ്യേറ്റീവ് എത്തനോൾ ബ്ലെൻഡിങ് ഈ പെട്രോളിന്റെ ആവശ്യകത അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി നമുക്ക് കൂടുതൽ, അതായത് സോളാർ എനർജിയുടെയും വിൻഡ് എനർജിയുടെയും ഇപ്പോൾ റൂഫ് ടോപ്പ് സോളാർ എനർജി ഒക്കെ നമ്മളത് ഹാർനസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഇതുപോലെ റിന്യൂവബിൾ എനർജിയിൽ നമ്മൾ പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്തു. PM ഫെയിം സ്കീം, PM ഡ്രൈവ് സ്കീം, ഇതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പർ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള സ്കീംസ് ഇതുപോലെ എനർജി സെക്യൂരിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ സഹായിച്ചു. ദെൻ ലാർജർ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ്. നമുക്ക് ആവശ്യം ഇതുപോലെ എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്രോളിയം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ആ നല്ല രീതിയിലുള്ള റിസർവ്സ് ഉണ്ടായിരുന്നു. ദെൻ എക്സ്പാൻഡഡ് ഡൊമസ്റ്റിക് റിഫൈനിങ് കപ്പാസിറ്റി. ദെൻ വേറെ റീസൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വോൾ ഓഫ് ഗവൺമെന്റ് അപ്രോച്ച്. അതായത് ഗവൺമെന്റിന്റെ പല മിനിസ്ട്രീസും ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ, ലൈക്ക് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്, ഇന്ത്യൻ നേവി, എല്ലാവരും കൈകോർത്ത് ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗവൺമെന്റ് എല്ലാവരും നമ്മളുടെ ഒരു കോർഡിനേറ്റഡ് ആക്ഷനും ഈ വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് ഇന്ത്യനെ ഇത്രയും ബാധിക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് റീസൺസ്. അപ്പോൾ മേ ബി ഒരു ക്വസ്റ്റ്യൻ വരാണ് വെസ്റ്റ് ഏഷ്യ ക്രൈസിസിനെ കുറിച്ച്. മേ ബി ഈ പ്രാവശ്യത്തെ മെയിൻസിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വെസ്റ്റ് ഏഷ്യ ക്രൈസിസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് എന്തുകൊണ്ട് നമ്മളെ ബാധിച്ചില്ല അധികം എന്നുള്ള രീതിയിലും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ദെൻ നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യൻ ഡയസ്പോറ ആസ് ഓസ്ട്രേലിയാസ് ഐഡന്റിറ്റി ഇറ്റ്സ് ഫ്യൂച്ചർ. ന്യൂസ് എന്താണെന്ന് നോക്കാം. ദ ഇന്ത്യൻ ഡയസ്പോറ ഹാസ് ഒഫീഷ്യലി ബിക്കെയിം ഓസ്ട്രേലിയാസ് ലാർജസ്റ്റ് ഓവർസീ ബോൺ കമ്മ്യൂണിറ്റി, overtaking the England born population for the first time in the 2 centuries. അതായത് ഓസ്ട്രേലിയയിൽ മെയിനായിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയക്കാരല്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ പൊതുവെ പണ്ടൊക്കെ യൂറോപ്യൻസ് ആയിരുന്നു കൂടുതൽ. എന്നാൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഓവർസീ ബോൺ സിറ്റിസൺസ് നോക്കുമ്പോൾ അത് ഇന്ത്യക്കാരാണ് കൂടുതൽ. അപ്പം ഇന്ത്യൻ ഡയസ്പോറ
നല്ല രീതിയിൽ ഓസ്ട്രേലിയയിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ന്യൂസ്. ഓൾറെഡി ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പർ ഡിസ്കഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻ. അതെന്തായാലും ഒന്ന് കാണണം. കാരണം ദാറ്റ് ഇൻക്ലൂഡ് സം സ്റ്റാറ്റിക് പോർഷൻസ്, സം കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ്, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷനിൽ കുറച്ച് നേരമുള്ളൂ. അത് എന്തായാലും ഒന്ന് പോയി കാണുന്നത് വളരെ ഹെൽപ്പായിരിക്കും. കാരണം ഇവിടുത്തെ ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷനിൽ നമ്മുടെ ഓസ്ട്രേലിയ റിലേഷനിലല്ല പറയുന്നത്, ഡയസ്പോറ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, പണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഓസ്ട്രേലിയയും തമ്മിലുള്ള റിലേഷനെ നമ്മൾ 3 C's വെച്ചിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നത്. അതായത് ക്രിക്കറ്റ്, കറി ആൻഡ് കോമൺവെൽത്ത്. ഈ ക്രിക്കറ്റ്, കറി, കോമൺവെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് വഴി നമ്മളൊരു കൾച്ചറൽ ലിങ്കേജ് ഉണ്ട്. ദെൻ കറി മീൻസ് ഇന്ത്യൻ ഡയസ്പോറ പല കുസൈൻസും പല കറികളും കാര്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടുത്തെ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യക്കാരുടെ കറികളാണ് യൂസ് ചെയ്ത് ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇന്ത്യൻ നമ്മൾ പറയാറുണ്ട്. അതായത് ക്രിക്കറ്റ്, കറി, പിന്നെ കോമൺവെൽത്ത് രാജ്യങ്ങൾ ആ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പണ്ട് 3 C's എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷനെ മെൻഷൻ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറ്റി 4 Ds എന്നാക്കി. 4 Ds, അതായത് ഡെമോക്രസി, ഡിഫൻസ്, ഡയസ്പോറ ആൻഡ് ദോസ്തി. ദോസ്തി മീൻസ് ഫ്രണ്ട്ഷിപ്പ്. അത് ഈ മേഖലകളിൽ ഏതൊക്കെ? ഡെമോക്രസി, ഡിഫൻസ് മേഖല, ദെൻ ഡയസ്പോറ, ദെൻ ദോസ്തി, ഫ്രണ്ട്ഷിപ്പ് മേഖലയിലാണ് ഇപ്പോൾ കൂടുതലും ഫോക്കസ് ഇന്ത്യ ഓസ്ട്രേലിയ കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പർ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരുപാട് റിന്യൂവബിൾ എനർജി, മീൻസ് റിന്യൂവബിൾ എനർജി അല്ല, ന്യൂക്ലിയർ എനർജി, ന്യൂക്ലിയർ ഫ്യൂവൽസ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഹെൽപ്പ് ആകുന്നുണ്ട്. ഒരു എഗ്രിമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രേഡ് എഗ്രിമെന്റ് ഒക്കെ. അപ്പൊ അതുപോലെ ഒരുപാട് ഓൾറെഡി ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻ നല്ല രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ക്വാഡ് എന്ന് പറയും. ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് ഒരു അസോസിയേഷൻ അല്ല. ആ അസോസിയേഷനിലെ മെമ്പേഴ്സ് ആണ് ഇന്ത്യ, US, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. എന്തിനാ ഈ ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോ പസഫിക് റീജിയനിലെ, ഇന്ത്യൻ ഓഷ്യന്റെയും പസഫിക് റീജിയന്റെയും ആ ഒരു റീജിയനിലെ സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ അവിടെ ഡെവലപ്മെന്റ് വരുത്തുക, അവിടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ക്വാഡ്. ക്വാഡിൽ ഓൾറെഡി ഇന്ത്യയും ഓസ്ട്രേലിയയിലും ഉണ്ട്. അപ്പൊ അവിടെയുള്ള കോർപ്പറേഷനും എന്ത് ചെയ്യുന്നു? ആ ക്വാഡ് വഴിയുള്ള കോർപ്പറേഷൻ ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷനെ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആക്ച്വലി മറ്റു രാജ്യങ്ങളിലോട്ട് UK, US നമുക്ക് പണ്ട് തൊട്ട് തന്നെ ആക്ച്വലി ഇന്ത്യൻ ഡയസ്പോറയുടെ കേസ് മാത്രമാണ് അവിടെ പറയുന്നത്. ഓക്കെ, അത് ഇന്ത്യ, UK, മറ്റു UK-ലോട്ടും US-ലോട്ടൊക്കെ പണ്ട് തൊട്ടേ നമുക്ക് നമ്മുടെ ഡയസ്പോറ ഉണ്ടായിരുന്നു. പണ്ട് തൊട്ട് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓസ്ട്രേലിയക്ക് ഒരു 20th സെഞ്ചുറി തൊട്ട് മാത്രമേ, മിഡ് 20th സെഞ്ചുറി മുതലാണ് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേഷൻ നടന്നിരുന്നത്. മെയിൻലി ബിക്കോസ് ഓഫ് വൈറ്റ് ഓസ്ട്രേലിയ പോളിസി. വൈറ്റ് ഓസ്ട്രേലിയ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ പണ്ട് യൂറോപ്യൻസിന് മാത്രമേ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചിരുന്നുള്ളൂ. ഇങ്ങോട്ട് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻസിന് മാത്രമേ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നുള്ളൂ. പിന്നീട് ആ ഒരു പോളിസി ഒരു മാറ്റി, അത് റേസിസ്റ്റ് പോളിസി തന്നെയായിരുന്നു. ഓക്കെ, അത് മാറ്റിയതിന് ശേഷം, വൈറ്റ് ഓസ്ട്രേലിയ പോളിസി മാറ്റിയതിന് ശേഷമാണ് ഇന്ത്യക്കാർ കൂടുതലായിട്ടും ഓസ്ട്രേലിയയിലോട്ട് പോകാൻ തുടങ്ങിയത്. അതുവരെ യൂറോപ്യൻസ് ആയിരുന്നു കൂടുതൽ ഓസ്ട്രേലിയയിൽ. ഇപ്പൊ യൂറോപ്യൻസിനെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? ഇന്ത്യക്കാരായി ഓവർസീ ബോൺ സിറ്റിസൺസ് ആയിട്ട് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ. ഓക്കെ, ദെൻ ഡൊമസ്റ്റിക് ചലഞ്ചസ് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ഫ്രിക്ഷൻ. എന്നാൽ ഈ ഡയസ്പോറ ഇത്രയും കൂടുന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് സം പ്രോബ്ലംസ് ഇൻ ഓസ്ട്രേലിയ. ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ച് അത് ഓസ്ട്രേലിയക്കാരെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ മറ്റു രാജ്യത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവും. അതായത് അവരുടെ കൾച്ചറിനെ ബാധിക്കും. അപ്പം അവരുടെ ഇടയിൽ ഒരു ആൻറ്റി ഇമിഗ്രേഷൻ സെന്റിമെന്റ്സ് ഓസ്ട്രേലിയക്കാരുടെ ഉണ്ടാവും. അതായത് ഇവിടെ ഇന്ത്യക്കാരാണ്, നമ്മളെ ആൾക്കാരല്ല, അങ്ങനെ ഒരു ടോക്ക് നമ്മുടെ അടുത്ത് പൊതുവെ ഉണ്ടാവുന്നതല്ലേ എല്ലായിടത്തും. അപ്പോൾ ഓസ്ട്രേലിയക്കാരുടെ ഉണ്ട്. ഓക്കെ, ഓസ്ട്രേലിയക്കാർ പറയും ഇവർ നമ്മുടെ ആൾക്കാരല്ല, നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ പറയും. അപ്പം ഇത് ആക്ച്വലി ഉണ്ട്. ആക്ച്വലി ഇത് എന്നിട്ട് പൊളിറ്റിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും. പൊളിറ്റിക്കലായിട്ട് പോളറൈസേഷൻ വേണ്ടി യൂസ് ചെയ്യും. അതായത് ഇപ്പോഴത്തെ ഇത് റിയാലിറ്റിയാണ്, തമാശ പറയുന്നില്ല, റിയാലിറ്റിയാണ്. അതായത് ഇപ്പൊ ഭരിക്കുന്ന ഓസ്ട്രേലിയയിലെ ഗവൺമെന്റ് ഉണ്ട്, അത് ലേബർ പാർട്ടിയാണ്. ലേബർ ഗവൺമെന്റ് ഉണ്ട്. ആ ലേബർ ഗവൺമെന്റ് ഇപ്പൊ ഭരിക്കുന്നു. അപ്പൊ അവരതിൽ ഓപ്പോസിഷൻ പറയുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മുഴുവൻ മൈഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാരെ ഇമിഗ്രൻസ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി അവിടുത്തെ കൾച്ചറിനെയും ഓസ്ട്രേലിയ കൾച്ചറിനെയും എക്കണോമിക് ഗ്രോത്തിനെയും ഒക്കത്തിനെയും ബാധിക്കുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, ദെൻ
അസറ്റ്സ് വേഴ്സസ് ലയബിലിറ്റി. അതായത് while the diaspora act as a vital economic multiplier and culture assets failing to build a deep institutional understanding, domestic political frictions spill over into the broader bilateral strategic partnership. അതായത് ഇത് ആക്ച്വലി ഇന്ത്യക്കാരെ ഇത്ര അധികം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഈ ഡയസ്പോറലായിട്ടുള്ള മേഖലയിൽ കോർഡിനേഷൻ വളരെ കുറവാണ്. ഓക്കെ, അതാണ് മനസ്സിലായത്. നമുക്ക് എക്കണോമിക് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ആവും, പക്ഷേ ഈ ഒരു ആൻറ്റി ഇമിഗ്രൻറ്റ് സെൻറ്റിമെൻറ്റ്സ് ഓസ്ട്രേലിയയിലുണ്ട്. ദാറ്റ് ഈസ് എഫക്റ്റിംഗ് അവർ പോപ്പുലേഷൻ. ഓക്കെ, പിന്നെ അവിടെ ഇന്ത്യക്കാർ കുറച്ചൊക്കെ നമുക്ക് കുറച്ച് മുന്നേ ന്യൂസ് ഉണ്ടായിരുന്നു, ഇന്ത്യക്കാർക്കെതിരെ ഒരു നെഗറ്റീവ് പിക്ചർ വരുന്നു പല രാജ്യങ്ങളിലും, ബിക്കോസ് ദേ ആർ വയലേറ്റിംഗ് ദെയർ നോംസ് ലോസ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് പിക്ചർ ഇപ്പോൾ ക്രിയേറ്റ് ആകുന്നുണ്ട്. അപ്പം അതിനിടയിൽ ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷനും കൂടി അതിൻ്റെ പിറകിലുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ന്യൂസ്. നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ന്യൂസ് വളരെ കുറവാണ്. ഓക്കെ, ന്യൂസ് വളരെ കുറവായിരുന്നു, ചെറിയ ചെറിയ ന്യൂസുകളായിരുന്നു. ദെൻ ഓവർ 42% റൈസ് ഇൻ ഫീമെയിൽ എൻറോൾമെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ സിൻസ് 2014 റിപ്പോർട്ട്. അതായത് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഐഷ എന്ന് പറയുന്ന റിപ്പോർട്ട്. അതിൻ്റെ ഫുൾ ഫോം ഇവിടെ ഉണ്ട്. അതായത് ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ, ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന റിപ്പോർട്ട്. ഒന്നുമില്ല, ഹയർ എഡ്യൂക്കേഷൻ മേഖലയെ ഇപ്പം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എത്രത്തോളം ഗ്രോത്ത് ഉണ്ട് എന്നതിനൊക്കെ മെഷർ ചെയ്യുന്ന ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതെന്താ സൂചിപ്പിക്കുന്നത്? ഇപ്പം നിലവിൽ നല്ല രീതിയിൽ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പെർട്ടിക്കുലർലി അക്രോസ് ദ പാരാമീറ്റേഴ്സ് ലൈക്ക് ഇൻക്ലൂസിവിറ്റി, ജെൻഡർ ബാലൻസ്, സ്റ്റെം എന്ന് പറയുമ്പോൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ഈ മേഖലയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. ഇൻക്ലൂസിവിറ്റി അവിടെ ഉണ്ട്, പിന്നെ ജെൻഡർ പാരിറ്റി ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ റിപ്പോർട്ട് നോക്കാം. കുറച്ച് ഡാറ്റാസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരുപാട് ഡാറ്റ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പർ വളരെ, ആ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കാണണം എന്തായാലും. കാരണം അതിനകത്ത് ഇതുപോലെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ടേംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയുക, ഈ ജെൻഡർ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, അതിനൊക്കെ ഡെഫിനിഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ PPT ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഡ്രോപ്പ് ഔട്ട് റേറ്റ്, റിട്ടൻഷൻ റേറ്റ്, ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് PPT ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ ഡാറ്റ നോക്കുമ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം ഓവറോൾ എൻറോൾമെന്റ് ആൻഡ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, അതായത് ടോട്ടൽ എൻറോൾമെന്റ് നോക്കുമ്പോൾ, ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെന്റ് നോക്കുമ്പോൾ ഇറ്റ് ഇസ് റോസ് ടു 4.5 crore in 2023-24, marking a 31.5% increase from 3.4 crore in 2014 and 15. 2014 and 15 വെച്ച് നോക്കുമ്പോൾ 2023-24 കാലഘട്ടത്തിലും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, എൻറോൾമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെന്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ന്യൂസിനെ വെച്ചാൽ ഒരുപാട് ഡാറ്റാസ് കൊടുത്തിട്ടുണ്ട്. പരമാവധി ഓർത്തു വെക്കാൻ പറ്റുന്ന ഡാറ്റാസ് ഒക്കെ ഓർത്തു വെക്കാൻ. ഇതിലും കൂടുതൽ ഡാറ്റാസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വുമൺ ഇൻ ഹയർ എഡ്യൂക്കേഷനിൽ വുമൺ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ എൻറോൾമെന്റ് കൂടിയിട്ടുണ്ട്. സ്ത്രീകൾ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലായിട്ട് വരുന്നത് കൂടിയിട്ടുണ്ട്. ഡാറ്റ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. 42% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ഡിക്കേഡിൽ. ദെൻ ഫീമെയിൽ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, ജെൻഡർ പാരിറ്റി ഇൻഡെക്സ്, ഇതിലൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. എന്ത് ജെൻഡർ പാരിറ്റി ഇൻഡെക്സ്? ജെൻഡർ പാരിറ്റി ഇൻഡെക്സ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, അതായത് ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോൾ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഓഫ് ഫീമെയിൽ ഡിവൈഡഡ് ബൈ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഓഫ് മെയിൽ എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോയിൽ ഇപ്പം ആക്ച്വലി ഗേൾസ് ആണോ ബോയ്സ് ആണോ കൂടുതൽ എന്ന് പറയുന്ന രീതിയിൽ നോക്കാൻ പറ്റുന്ന ഒരു ഇൻഡെക്സ് ആണ്, ഒരു ഡിവിഷൻ ഒക്കെയാണ്. നിങ്ങൾക്ക് അതിന് കാൽക്കുലേഷൻ ഒന്നും പഠിക്കണ്ട. എങ്കിലും ജെൻഡർ പാരിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ജെൻഡർ പാരിറ്റി ഇൻഡെക്സ് 1 ആണെന്നുണ്ടെങ്കിൽ there exists a gender parity. ഓക്കെ, എന്നാൽ ജെൻഡർ പാരിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി വുമൻസിന് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ ആക്സസ് കുറവാണ്. ഓക്കെ, അല്ല ഇപ്പോൾ 1-ന് മേലെയാണെന്നുണ്ടെങ്കിൽ ബോയ്സിനെയും കാട്ടും കൂടുതൽ ആക്സസ് ഗേൾസിനാണ് ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഗേൾസാണ്. ഒരു ഇക്വേഷൻ ഞാൻ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ എഴുതാണെന്നുണ്ടെങ്കിൽ ജെൻഡർ പാരിറ്റി ഇൻഡെക്സ്, ഓക്കെ, അതായത് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഓഫ് ഫീമെയിൽസ്, ഓക്കെ, ഫീമെയിൽസ്
ഡിവൈഡ് ബൈ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഓഫ് മെയിൽ. ഓക്കെ, ഇതാണ് റേഷ്യോ. അപ്പൊ ഇത് ഈക്വലി 1 ആയി കഴിഞ്ഞാൽ ജെൻഡർ പാരിറ്റി ഉണ്ട്. ലെസ് ദാൻ 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് എന്ത്, ന്യൂമറേറ്റർ കൂടിക്കഴിഞ്ഞാൽ ഗേൾസിനാണ് അത് ഡിസ്പ്രപ്പോർഷൻ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതും എന്നുള്ള ഡാറ്റാസാണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഫീമെയിൽസ് ആണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. ദെൻ അടുത്ത ഡാറ്റ നോക്കുകയാണെങ്കിൽ സോഷ്യൽ ഇൻക്ലൂസിവിറ്റി, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇവിടെ നിന്നുള്ള ആൾക്കാരുടെ എന്താ പറയുക എൻറോൾമെന്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ദെൻ സ്റ്റെം എന്ന് പറയുമ്പോൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്ത്, ഈ മേഖലകളിലുള്ള എൻറോൾമെന്റും ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽ ഷെയർ, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനും ഈ ഒരു മേഖലയിൽ കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരുപാട് ഡാറ്റ തരുന്ന ഒരു ന്യൂസ് ആണ്. ഇതിൽ കൂടുതൽ ഡാറ്റ തരുന്ന ന്യൂസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ശരിക്കും സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇപ്പം എത്രയാണ് മെയിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഏകദേശം 50%ഓളം, 54% ഇപ്പം സ്ത്രീകളാണ് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഈ മേഖലയിൽ. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു കുറേ നല്ലൊരു ഡാറ്റ ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്നലത്തെ. പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം കാണുക. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ആക്ച്വലി ഈ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഇന്നത്തെ ന്യൂസ് പേപ്പർ ഡിസ്കഷൻ. ദെൻ നെക്സ്റ്റ് ന്യൂസ് ഇറ്റ്സ് അബൌട്ട് ദ ക്യാൻസർ. അതായത് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ റിലീസ്ഡ് ദ ഗ്ലോബൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ ക്യാൻസർ 2026, highlighting the rising global cancer burden and inequalities in cancer care. അതായത് WHO-യും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഇവർ രണ്ടാളും ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നു. റിപ്പോർട്ടിന്റെ പേര് ഗ്ലോബൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ ക്യാൻസർ 2026. ഈ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി നോക്കുമ്പോൾ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി വരുന്നു. അതുപോലെ തന്നെ ഈ ക്യാൻസർ പേഷ്യൻസിന് അല്ലെ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം നമ്മൾ ചികിത്സിക്കുന്നതിൽ ഫിനാൻഷ്യൽ ബേർഡൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് സം ഇനീക്വാളിറ്റീസ് ഗ്ലോബലി. ഓക്കെ, അതാണ് നമുക്ക് ഇതിന്റെ ഡാറ്റാസ് എന്നൊക്കെ പ്രൊവൈഡ് ചെയ്ത് നോക്കാം. എന്താണ് റിപ്പോർട്ട് പറയുന്നത് വെച്ചാൽ ക്യാൻസർ എന്ന് പറയുന്നത് ഇസ് എ സെക്കൻഡ് ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് ഗ്ലോബലി ആഫ്റ്റർ കാർഡിയോവാസ്കുലർ ഡിസീസസ്. കാർഡിയോവാസ്കുലർ ഡിസീസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട കാരണം ആൾക്കാർ മരിക്കാൻ സെക്കൻഡ് സ്ഥാനം ആർക്കാ? ക്യാൻസർ ആണ്. കാരണം ഏകദേശം 20.6 മില്യൺ ആൾക്കാരാണ് ക്യാൻസർ ബാധിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്യാൻസർ ബാധിക്കുന്ന ന്യൂ ക്യാൻസർ പേഷ്യൻസ് 20.6 മില്യൺ ആൾക്കാരാണ്. അതിൽ തന്നെ ഏകദേശം 10 മില്യൺ ആൾക്കാരും ഓരോ വർഷം ക്യാൻസർ വന്ന് മരിക്കുന്നുണ്ട്. ഇതുപോലെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 2050 ആകുമ്പോഴത്തേനും 35 മില്യൺ ആൾക്കാരായിരിക്കും ആനുവലി ക്യാൻസർ പേഷ്യൻസ് ആയിട്ട്, പുതിയ ക്യാൻസർ പേഷ്യൻസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. Okay, then among these cancer patients, 45% of the cancer affected people face financial hardship. നമുക്ക് തന്നെ അറിയാം എന്താണ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഡീൽ ചെയ്യാനായിട്ട്. മീൻസ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും പ്രശ്നമാണ് കുറേയൊക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താ ഫുഡ് ഐറ്റംസ്, അവരുടെ കെയർ ഗീവിങ്, ഇതൊക്കെ ആക്ച്വലി ഒരു കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരൊക്കെ ക്യാൻസർ വന്ന് ബാധിച്ചു കഴിഞ്ഞാൽ ദേ ആർ ഡിസ്പ്രോപ്പോർഷണലി എഫക്റ്റിംഗ് ദം ആക്ച്വലി. വേറെ റിച്ച് ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് സുഖമായിട്ട് ഡീൽ ചെയ്യും, ഓക്കെ, പ്രശ്നമില്ല, അവരുടെ പൈസ ഉണ്ട്. പക്ഷേ 45% ഓഫ് ദ ക്യാൻസർ എഫക്റ്റഡ് പീപ്പിൾ ഫേസ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. ഓക്കെ, ദെൻ മോർ ദാൻ 50% എക്സ്പീരിയൻസ് മെന്റൽ ഹെൽത്ത് ചലഞ്ചസ്. പകുതി ആൾക്കാരും മെന്റലി ഈ അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെന്റലി ഭയങ്കരമായിട്ട് തളർന്നു പോകും, മെന്റലി ചലഞ്ചസ് നേരിടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് സഹായിക്കുന്ന കെയർ ഗീവേഴ്സ്. ഓക്കെ, ഈ കെയർ ഗീവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ദേ ആർ ഓൾസോ ഫേസിങ് സ്ട്രെസ്, അൺപെയ്ഡ് കെയർ ബേർഡൻ ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ. സോ ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ജസ്റ്റ് ഒരു ഡിസീസ് മാത്രമല്ല, ഇറ്റ്സ് ആസ് എ സോഷ്യൽ കൺസേൺ ആക്ച്വലി. ദെൻ ഹെൽത്ത് കെയർ ഇനീക്വാലിറ്റി. എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഇനീക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്? കുറേ ഡാറ്റാസ് ഒക്കെ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിൽ ഇനീക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന നോക്കാം. അതായത് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാറുണ്ട് സ്ത്രീകൾക്ക്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് 5 ഇയേഴ്സിനും ആൾക്കാർ കൂടുതൽ ജീവിച്ചിരിക്കാറുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ 5 ഇയേഴ്സിനെക്കാട്ട് കൂടുതൽ ആൾക്കാർ ജീവിച്ചിരിക്കുന്നത് ഇപ്പം ഹൈ ഇൻകം കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ 87% ആൾക്കാരും 5 വർഷം കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്നു ബ്രസ്റ്റ് ക്യാൻസർ വന്നതിന് ശേഷം. എന്നാൽ ലോ ഇൻകം കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 42% ആൾക്കാർ മാത്രമേ ബ്രസ്റ്റ് ക്യാൻസർ വന്നതിന് ശേഷം
5 വർഷം കൂടുതൽ ജീവിക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ ലെസ് ദാൻ 1/3 ഓഫ് ദ കൺട്രീസ് ഇൻക്ലൂഡ് കോംപ്രഹെൻസീവ് ക്യാൻസർ കെയർ അണ്ടർ ദ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. ഈ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്താണെന്ന് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആണെന്നെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ബേർഡൻ ഒന്നും ഇല്ലാതെ, യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്താണെന്ന് പറയുന്നത്, അതായത് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഒന്നും ഇല്ലാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും നമുക്ക് ഒരു ഏതെങ്കിലും ഒരു അസുഖത്തിന് നമുക്ക് ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലാതെ ചികിത്സിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയും. എന്നാൽ ക്യാൻസറിന്റെ കേസിൽ അങ്ങനെയല്ല, നമുക്ക് നല്ല ഫിനാൻഷ്യൽ ബേർഡൻ വരുന്നുണ്ട്, എല്ലായിടത്തും ആക്സസിബിളും അല്ല. ഓക്കെ, ദെൻ റീജിയണൽ ബേർഡൻസ് നോക്കുമ്പോൾ ഏഷ്യയിലാണ് 50.7% ഗ്ലോബൽ ക്യാൻസർ കേസസും ആൻഡ് 56.5% ഓഫ് ഡെത്തും സംഭവിക്കുന്നത് ഏഷ്യയിലാണ്. എന്നാൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പ് ഓൺലി represent 9% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ തന്നെ 9% ഓഫ് വേൾഡ് പോപ്പുലേഷനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. പക്ഷേ റെപ്രസെൻറ്റിങ് 21% ഓഫ് ദ ക്യാൻസർ കേസസ്. അതായത് യൂറോപ്പിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് കൂടുതലാണ്. ഓക്കെ, ദെൻ ആഫ്രിക്ക മറ്റു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിൽ ക്യാൻസറിന്റെ ഇൻസിഡൻസ് വളരെ കുറവ്, അതായത് ക്യാൻസർ വരുന്നത് കുറവാണ്, പക്ഷെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്. കാരണം എന്താ, അവിടെ ചികിത്സയും കാര്യങ്ങളൊക്കെ കുറവാണ്. കമ്പാരിറ്റീവ്ലി എന്താ പറയുക, ലോവർ ഇൻകം കൺട്രീസ് ആണ്. അപ്പോൾ അവിടെ ഒന്നും ക്യാൻസറിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നില്ല. ഓക്കെ, ദെൻ മേജർ ചലഞ്ചസ് എന്തൊക്കെയാണ് ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാൻസർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, അതിൻ്റെ ട്രീറ്റ്മെന്റ്, പാലിയേറ്റീവ് കെയർ, ഈ മേഖല എല്ലാവർക്കും ആക്സസിബിൾ ആകുന്നില്ല. മേജർ ചലഞ്ചസ് തന്നെയാണ് അഗെയിൻ പറയുന്നത്. അതായത് ക്യാൻസറിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ആക്സസ്, അല്ലെങ്കിൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, പാലിയേറ്റീവ് കെയർ, ഇതൊന്നും എല്ലാ രാജ്യങ്ങളിലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. അതുപോലെ തന്നെ ഹൈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പോകുന്നുണ്ട്. ദെൻ വാട്ട് ഇസ് ദ വേ ഫോർവേഡ്? നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെങ്തൻ പ്രൈമറി ഹെൽത്ത് കെയർ ആൻഡ് ഏർലി സ്ക്രീനിങ്. ഇത് ക്യാൻസർ വരുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റാം. ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ തന്നെ നമുക്ക് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റാം ദിസ് ഈസ് ഗ്രോയിങ് ടു ഒരു ക്യാൻസർ ആയിട്ട് മാറുന്നുണ്ട്, പെട്ടെന്ന് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റും നമുക്ക്. ദെൻ എക്സ്പാൻഡ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ടു ഇൻക്ലൂഡ് ദ ക്യാൻസർ കെയർ. ക്യാൻസർ കെയറും പൈസയൊന്നും ഇല്ലാത്ത, മീൻസ് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ നമുക്ക് വരാത്ത രീതിയിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ആക്സസിബിൾ ആകുന്ന ക്യാൻസർ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഉറപ്പുവരുത്തണം. ദെൻ അവെയർനെസ്, വാക്സിനേഷൻ, അതായത് HPV, അതായത് ഹ്യൂമൻ പാപ്പിലോ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, അതായത് ഞാൻ തന്നെ ന്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു, സെർവിക്കൽ ക്യാൻസർ. സ്ത്രീകളിൽ സെക്കൻഡ് ക്യാൻസർ വരുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും 2ാം സ്ഥാനത്ത് സ്ത്രീകൾക്ക് കൂടുതൽ വരുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. അതൊരു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയും, ഒരു വൈറസ് കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വാക്സിനേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ HPV വാക്സിനേഷൻ, ഹെപ്പറ്റൈറ്റിസ് ബി ക്യാൻ ലീഡ് ടു ക്യാൻസർ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വാക്സിനേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ഉറപ്പുവരുത്തുക. ടൊബാക്കോ കൺട്രോൾ ഒക്കെ എന്ത് ചെയ്യാം, എൻഷുർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ക്യാൻസർ തടയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ USA ഒരു പരാതി പറഞ്ഞു. അതായത് ഞാൻ നാറ്റോയിലെ മെമ്പറാണ്, US പറഞ്ഞാൽ നാറ്റോയിലെ മെമ്പറാണ്. എന്നാൽ നാറ്റോയുടെ പ്രിൻസിപ്പിൾ തന്നെ എന്താ പറയുന്നത്, നാറ്റോ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷൻ്റെ ആർട്ടിക്കിൾ 5 പ്രകാരം അതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ മറ്റൊരാളെ അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അറ്റാക്ക് ചെയ്ത ആളെന്ന് പറയുന്നത് ഈ നാറ്റോയിലുള്ള എല്ലാവരുടെയും ശത്രുവാണ്. ഓക്കെ, എല്ലാവരും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ വാറായിട്ട് അറ്റാക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, മറിച്ച് മറ്റേതെങ്കിലും മേഖല വല്ല സാങ്ഷൻസും കാര്യങ്ങളും, എക്കണോമിക് സാങ്ഷൻസ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ആ രാജ്യം ഞങ്ങളുടെ ശത്രുവാണെന്നുള്ള രീതിയിൽ മറ്റു രാജ്യങ്ങൾ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന ഒരു രീതിയാണ്. ഓക്കെ, അതാണ് നാറ്റോയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, കളക്റ്റീവ് ഡിഫൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ USA പറഞ്ഞു ഞാൻ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ട്രംപ് അങ്ങനെയല്ല, ഗ്രീൻലാൻഡുകളെ നോക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇറാൻ ക്രൈസിസിൽ ഞങ്ങൾ വാർ നടത്തുന്നുണ്ട്. പക്ഷെ നാറ്റോ മെമ്പേഴ്സ് ഞങ്ങൾ അറ്റാക്ക് സഹായിക്കുന്നില്ല. ഓക്കെ, നാറ്റോ മെമ്പേഴ്സ് ഞങ്ങളെ സഹായിക്കുന്നത്, ഞാൻ നാറ്റോയിലുള്ള മെമ്പർ അല്ലേ, ഇതാണ് USA പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ കണ്ടാൽ മതി. എന്താണ് കുറേ ദിവസങ്ങളായി നാറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ന്യൂസിൽ വരുന്നത്. ഞാൻ നാറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ഫുൾ ഫോം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇത് 1949 April 4 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വന്ന ട്രീറ്റി നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി അല്ലെങ്കിൽ വാഷിംഗ്ടൺ ട്രീറ്റി എന്ന് പറയും. ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ബ്രൂസൽസ് ആണ്, ബെൽജിയത്തിലാണ്.
ദെൻ ഇപ്പം നിലവിൽ 32 മെമ്പേഴ്സാണുള്ളത്. ദെൻ ഇത് വന്നിരുന്ന സമയത്ത് ഫൗണ്ടിങ് മെമ്പേഴ്സ് ഇവിടെയൊക്കെ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ കാനഡ, ഡെൻമാർക്ക്, ബെൽജിയം, ഫ്രാൻസ്, ഐസ്ലാൻഡ് ഇവരൊക്കെ ഇതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ്. ദെൻ വാട്ട് ഇസ് ദിസ് ഒബ്ജക്റ്റീവ്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻഷുർ ദ കളക്റ്റീവ് ഡിഫൻസ് ഓഫ് മെമ്പർ സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞ സെയിം കാര്യം, അതായത് ആർട്ടിക്കിൾ 5 ഓഫ് ദ കളക്റ്റീവ്. നാറ്റോൻ്റെ ആർട്ടിക്കിൾ 5 എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നാറ്റോയിലെ ഏതെങ്കിലും ഒരു മെമ്പേഴ്സിനെതിരെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് എല്ലാ രാജ്യങ്ങളും അതിനെതിരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഓക്കെ കളക്റ്റീവ് ഡിഫൻസ് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി കളക്റ്റീവ് ഡിഫൻസ് എന്ന പ്രിൻസിപ്പിൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. സെപ്റ്റംബർ 11, 2001 USA ഒരു അറ്റാക്ക് നടന്നു, ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു. അപ്പോൾ മാത്രമേ ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ നാറ്റോന് ഉപയോഗിക്കേണ്ട വന്നിട്ടുള്ളൂ. ഓക്കെ ഇത്രയേ ഉള്ളൂ. ദെൻ അതർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ പീസ്, സെക്യൂരിറ്റി ഇൻ നോർത്ത് അറ്റ്ലാന്റിക് റീജിയൻ. പേര് തന്നെ അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ല. നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ ആ റീജിയനിൽ എന്താ പറയുക പീസ് ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താം. പ്രമോട്ട് ഡെമോക്രാറ്റിക് വാല്യൂസ് ആൻഡ് പൊളിറ്റിക്കൽ കൺസൾട്ടേഷൻ, എൻഹാൻസ് മിലിറ്ററി കോർപ്പറേഷൻ ആൻഡ് interoperability, then counter emerging threats like cyber attacks, terrorism and hybrid warfare. ഇതൊക്കെ എന്ത് കോർപ്പറേഷൻ കൂട്ടാം. ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. ദെൻ നമുക്ക് വേറെ കുറേ ന്യൂസ് ഉണ്ടായിരുന്നു. മീൻസ് അതൊന്നും ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ വേണ്ട. ഇപ്പോൾ എഗെയിൻ USA ഇന്ന് ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷന് സ്കോപ്പില്ല. ദെൻ റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഓയിലിൻ്റെ അളവ് കൂടുതലാണ്. അതും ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആവശ്യം നമുക്ക് വരുന്നില്ല. ആ ന്യൂസ് ഭയങ്കര ചെറുതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ നോക്കാം. India's response to Strait of Hormuz crisis demonstrates the importance of strategic planning in ensuring energy security. Discuss. ഓക്കെ ഞാൻ ഫസ്റ്റ് ന്യൂസ് പറഞ്ഞിട്ടുണ്ടായില്ലേ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് ഇന്ത്യ നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. യു ക്യാൻ റൈറ്റ് ദിസ് ആൻസർ ആൻഡ് ക്യാൻ സെൻഡ് ടു ദിസ് മെയിൽ ID. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 24 hours വാല്യൂ ചെയ്ത് അത് തിരിച്ചയക്കുന്നതായിരിക്കും ആ മെയിൽ ID അയച്ച മെയിൽ ID. ഓക്കെ ദെൻ താങ്ക് യു.